ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഉന്നത ജനപ്രതിനിധികളായ മന്ത്രിമാർക്കിടയിൽ കർശനമായ ഉത്തരവാദിത്തം നടപ്പാക്കുന്നതിനായി ലക്ഷ്യം വെച്ചുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിൽ വിജയകരമായി അവതരിപ്പിച്ചു. ഇന്ത്യൻ ഭരണഘടന 130 ഭേദഗതി ബിൽ പാർലമെന്റിന് നടന്നുകൊണ്ടിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ അടിയന്തര നീക്കമായാണ് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത്. പുതിയ നിയമം ഇപ്രകാരം: പ്രധാനമന്ത്രി, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പദവി വഹിക്കുന്ന മന്ത്രിമാർ എന്നിവർക്ക് കുറഞ്ഞത് 5 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന ക്രിമിനൽ കുറ്റങ്ങളിൽ തുടർച്ചയായി 30 ദിവസം അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്താൽ അവരുടെ സ്ഥാനങ്ങൾ സ്വയമേവ നഷ്ടപ്പെടുമെന്നാണ്. സ്വയമേവയുള്ള നീക്കത്തിലൂടെ പദവി സ്വാഭാവികമായും നഷ്ടപ്പെടുകയും അതിനായി പ്രത്യേക കുറ്റം ചുമത്തേണ്ടതില്ല എന്നതുമാണ് പുതിയ നിയമത്തിന്റെ പ്രത്യേകത. ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് 30 ദിവസം കസ്റ്റഡിയിൽ തുടരുക എന്ന വസ്തുത മാത്രം മതി. ഈ നിയമം പാർലമെന്റിനും എല്ലാ സംസ്ഥാന നിയമസഭകൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ബാധകമാണ്. ഈ പ്രക്രിയ പ്രാവർത്തികമാക്കുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ സുപ്രധാനമായ ഭരണഘടനാ അനുച്ഛേദങ്ങൾ പാർലമെന്റിലൂടെ ഭേദഗതി ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാരും NDA മുന്നണിയും പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചത്. ഇതിൽ പ്രധാനമായും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 75, 164, 234 AA എന്ന സുപ്രധാന ആർട്ടിക്കിളുകൾ ഭേദഗതിക്ക് വിധേയമാകും. പൊതുവിശ്വാസം ഉയർത്തപ്പെടുന്നതിനും ഭരണഘടനാ ധാർമ്മികത ഉറപ്പാക്കുന്നതിനും ഈ നിയമങ്ങൾ ആവശ്യമാണെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്ത മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയുടെ അഭാവം ഉന്നത പദവിയുടെ പവിത്രതയെ ദുർബലപ്പെടുത്തുന്നുവെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും സർക്കാർ പിന്തുണക്കാരും പാർലമെന്റിൽ ചൂണ്ടിക്കാട്ടിയത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായി ജയിലിൽ തുടർന്നതും ഡൽഹി സംസ്ഥാനത്തിന്റെ ഭരണചക്രം അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നുകൊണ്ട് നിയന്ത്രിച്ചതും വലിയ ചർച്ചകൾക്ക് വിധേയമായിരുന്നു. ദീർഘകാലമായി കസ്റ്റഡിയിൽ തുടരുമ്പോൾ അധികാരത്തിൽ തുടരുന്നത് പൊതുജീവിതത്തിലെ സുതാര്യതയുടെയും ധാർമ്മികതയുടെയും തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും മന്ത്രിമാർ ജയിലുകൾക്ക് പിന്നിൽ നിന്ന് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് അനുവദിക്കാൻ പറ്റുന്നതല്ല എന്നും അത്തരം സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ നിയമപരമായ സംവിധാനങ്ങൾ ആവശ്യമാണെന്നുമാണ് ഈ പുതിയ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ നിയമചട്ടക്കൂട് മുൻപ് ഒരു വ്യക്തിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ തൽസ്ഥാനത്ത് നിന്ന് നീക്കാൻ അനുവാദം നൽകിയിരുന്നുള്ളൂ. ഇതിലൂടെ അഴിമതിയുടെയും കുറ്റകൃത്യത്തിലൂടെയും കളങ്കപ്പെട്ട മന്ത്രിമാർക്ക് നിയമപരമായ കാലതാമസം മുതലെടുത്ത് വിചാരണ സമയത്ത് മാസങ്ങളോ വർഷങ്ങളോ സ്ഥാനത്ത് തുടരാൻ ഇത് അനുവദിച്ചിരുന്നുവെന്നുമാണ് BJPയും NDA സർക്കാരും വാദിക്കുന്നത്. എല്ലാ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും മുഖ്യമന്ത്രിമാർക്കും പ്രധാനമന്ത്രിമാർക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാർക്കും നിയമം ബാധകമാണ്. കുറ്റകൃത്യങ്ങൾക്ക് കുറഞ്ഞത് 5 വർഷം തടവ് ശിക്ഷ ലഭിക്കുന്നതിലൂടെ കസ്റ്റഡിയിലെടുത്ത് 31-ാം ദിവസം ഓഫീസ് ഒഴിഞ്ഞുകിടക്കുന്നതായി കണക്കാക്കപ്പെടുകയും ചെയ്യും. അറസ്റ്റിലാകപ്പെട്ട മന്ത്രി മോചിതനാവുകയും നിയമപരമായി യോഗ്യത നേടുകയും ചെയ്യുന്നതിന് ശേഷം മാത്രമേ വീണ്ടും തൽസ്ഥാനത്ത് മന്ത്രിയായിരിക്കാൻ സാധിക്കൂ. ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കേന്ദ്ര സർക്കാർ മാറ്റം കൊണ്ടുവരുന്നത്. 3/2 ഭൂരിപക്ഷം ആവശ്യമാണ് ഈ ഭരണഘടനാ മാറ്റത്തിന്. എല്ലാ അധികാര പരിധികളെയും ഉൾക്കൊള്ളുന്ന ഒന്നിലധികം നിയമങ്ങളിൽ മാറ്റം വരുത്താനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. പ്രതിപക്ഷം നിയമത്തെ പരസ്യമായി വിമർശിക്കുകയും അതിന്റെ ക്രൂരവും ജനാധിപത്യ വിരുദ്ധവും ഫെഡറലിസത്തിന് ഭീഷണിയാണെന്നും പാർലമെന്റിനകത്തും പുറത്തുമായി ഈ പുതിയ ഭേദഗതിയെ അതിശക്തമായി തന്നെ വിമർശന വിധേയമാക്കുകയും ചെയ്തിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം മൂലം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ദുരുപയോഗം വഴി കേന്ദ്ര സർക്കാരിന് അഭൂതപൂർവമായ അധികാരം ഈ നിയമം നൽകുന്നുവെന്ന് പ്രധാന പ്രതിപക്ഷ നേതാക്കൾ പാർലമെന്റിൽ വാദിച്ചു. ജനാധിപത്യത്തിന്റെ കൊലപാതകം എന്നാണ് കോൺഗ്രസ് നിയമത്തെ വിശേഷിപ്പിച്ചത്. ഇത് രാഷ്ട്രീയ എതിരാളികളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാമെന്നും ഇത് വിചാരണ കൂടാതെ അവരെ പുറത്താക്കുന്നതിലേക്ക് നയിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നതിലൂടെ മറ്റ് BJP ഇതര പാർട്ടികളെ കൂടെ ചേർക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. പോലീസോ കേന്ദ്ര ഏജൻസിയോ അറസ്റ്റ് ചെയ്യുന്ന കേസിൽ കുറ്റാരോപണങ്ങൾ പിന്നീട് അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കപ്പെട്ടാലും ഒരു മുഖ്യമന്ത്രിയുടെയോ മന്ത്രിയുടെയോ കാലാവധി അവസാനിക്കുമെന്ന് TMCയും ഇടതുപക്ഷം DMK MPമാർ എന്നിവർ വ്യക്തമാക്കി. ഓൾ ഇന്ത്യ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിന്റെ അസറുദ്ദീൻ ഒവൈസി ഇതിനെ ഒരു പോലീസ് രാഷ്ട്രം എന്നതിലേക്കുള്ള നീക്കമാണെന്നാണ് വിശേഷിപ്പിച്ചത്. പ്രധാനമന്ത്രിയെ ആരാണ് അറസ്റ്റ് ചെയ്യുക?
നിയമം തിരഞ്ഞെടുത്ത് ദുരുപയോഗം ചെയ്യില്ലെന്ന് ആരാണ് ഉറപ്പാക്കുക എന്നും അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് അതിരൂക്ഷമായ ചോദ്യം ഉന്നയിച്ചിരുന്നു. സർക്കാർ സമ്മർദ്ദത്തിന് വഴങ്ങി അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നുവെന്ന് പലപ്പോഴും ആരോപിക്കപ്പെടുന്ന നിലവിലെ സാഹചര്യത്തിൽ പ്രധാന സംസ്ഥാനത്തിലെയോ അല്ലെങ്കിൽ ദേശീയ തെരഞ്ഞെടുപ്പുകൾക്കോ മുൻപ് ഈ വ്യവസ്ഥ ആയുധമാക്കപ്പെടുന്നുവെന്ന് പ്രതിപക്ഷം ഭയക്കുന്നു. കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നവരെ നിരപരാധി എന്ന അടിസ്ഥാന തത്വങ്ങളെ അത്തരമൊരു നിയമം ലംഘിക്കുന്നുവെന്നും ശിക്ഷിക്കപ്പെടുന്നതിന് പകരം അറസ്റ്റ് പുറത്താക്കാനുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നുവെന്നും ഭരണഘടനാ വിദഗ്ധരും സിവിൽ സമൂഹവും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും നേതാക്കളെയും ലക്ഷ്യം വെച്ചുള്ള നിയമമായി ഈ നിയമം കണക്കാക്കപ്പെടുന്നു. പ്രത്യേകിച്ചും നിരവധി പ്രതിപക്ഷ നേതാക്കൾ ഇതിനകം തന്നെ നിയമപരമായ കേസുകൾ നേരിടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിമാരെ അറസ്റ്റ് ചെയ്താൽ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അസ്ഥിരത നേരിടേണ്ടി വരുമെന്നാണ് പ്രതിപക്ഷം ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത്. പാർലമെന്ററി നടപടിക്രമങ്ങൾക്കിടെ പ്രതിപക്ഷ എംപിമാർ കടുത്ത പ്രതിഷേധങ്ങളും വാക്കൌട്ടുകളും നടത്തുകയും ചില എംപിമാർ, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ എംപിമാർ, ബിൽ പകർപ്പുകൾ വലിച്ചുകീറി നിയമത്തെ ഭരണഘടനാ അട്ടിമറി എന്ന് വിളിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. ഭരണകക്ഷിയിലെ മന്ത്രിമാർ ഉൾപ്പെടെ എല്ലാവർക്കും നിയമം ഒരുപോലെ ബാധകമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റ് NDA എംപിമാരും പാർലമെന്റിൽ ഇതിന് മറുപടി നൽകി. എന്നാൽ ശശി തരൂരിനെ പോലെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ പുതിയ നിയമ ഭേദഗതിയെ പ്രകീർത്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. 30 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം മന്ത്രിമാരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പുതിയ നിയമം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചരിത്രപരമായ മാറ്റത്തെ അടയാളപ്പെടുത്തും എന്നുള്ളത് ഉറപ്പാണ്. രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിലും അതിന്റെ വിപുലമായ അധികാരങ്ങളും ദുരുപയോഗ സാധ്യതകളും സർക്കാരും പ്രതിപക്ഷവും തമ്മിലുള്ള പുതിയ ഏറ്റുമുട്ടലിനാണ് വേദിയൊരുക്കുന്നത്.